അപ്പോൾ നമ്മൾ കൈ കൊടുക്കാം. ഗിയർ മാറി, തേർഡ് ഗിയർ ഇട്ടു, കൈ കൊടുക്കാണ്. നമസ്കാരം. ഇത് ജാവയുടെ ക്ലാസിക്കിൻ്റെ ബ്രേവ് ആൻഡ് ദ ബോൾഡ് വെർഷനാണ്. അതായത് 1971 വാർ വിക്ടറി, ഇന്ത്യൻ ആർമിയുടെ വാർ വിക്ടറിയുടെ 50ാം വർഷത്തിൻ്റെ സ്മരണാർത്ഥം ജാവ ഇറക്കിയിട്ടുള്ള മോഡലാണിത്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴമയിൽ പുതുമയാണ് ജാവയുടെ ക്ലാസിക് എന്ന് പറയുന്നത്. അതായത് പഴയ രൂപവും പുതിയ ടെക്നോളജിയും. അപ്പോൾ എന്തായാലും വിശദാംശങ്ങളിൽ കിടക്കാം. സ്വാഗതം. അപ്പോൾ ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് കൗതുകങ്ങൾ കുറച്ചുണ്ട്. കൗതുകങ്ങൾ എന്ന് പറയുമ്പോൾ 1929 മുതൽ ജാവയുണ്ട് എന്നുള്ളത് ഈ ഒരു ഫ്യൂൽ ക്യാപ്പിൻ്റെ മുകളിലുണ്ട്. കൂടാതെ ഇന്ത്യൻ ആർമിയുടെ ആ ഒരു വിക്ടറി, ആ വിക്ടറിയുടെ സ്മരണ ഈ ടാങ്കിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗായിട്ടും ആ ആർമിയുടെ ലോഗോ ആയിട്ടും 1971 മുതൽ 21 വരെയുള്ള 2021 വരെയുള്ള ആ ഒരു നമ്പേഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ സ്റ്റിക്കറായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ രാജ്യസ്നേഹം ഒരുപാട് വണ്ടിക്കകത്ത് കാണാം. ആ കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ വണ്ടി എങ്ങനെയുണ്ട് ഓടിക്കാനെന്നും കാഴ്ചയ്ക്ക് എങ്ങനെയുണ്ടെന്നുള്ളതും പറയാം. സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ചുറ്റും നടന്ന് കാണിക്കാമെന്ന് പറയുമ്പോൾ ഹെഡ്ലൈറ്റ് മുതൽ എല്ലാം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അതിനുശേഷം ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം, മീറ്റർ കൺസോളിലേക്ക് പോകാം, എന്നിട്ട് വണ്ടി റോഡിലേക്ക് എടുത്തിട്ട് ഓടിക്കാം. ഈ ഒരു ജാവ ക്ലാസിക്കിൻ്റെ മുൻവശത്ത് ഈ ഒരു ഹെഡ്ലൈറ്റ് കണ്ടോ? ഇതൊരു ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റാണ്. അതിനകത്ത് പാർക്ക് ലൈറ്റ് കാണാം. ഈ ഒരു രൂപം തന്നെ ആ ഒരു പഴയ SD-യുടെയും അല്ലെങ്കിൽ ആ ഒരു ജാവയുടെ ഒക്കെ തന്നെ രൂപം തന്നെയാണ്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ മുകളിലാണ് ഒരു മീറ്റർ കൺസോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരൊറ്റ മീറ്ററാണ്. അതിൽ ചില പ്രത്യേകതകളുണ്ട്, അങ്ങോട്ട് പോകാം. താഴെയായിട്ട് ആ ഹോൺ കാണാം. ഹോണിൽ ജാവയുടെ ലോഗോ ഉണ്ട്. ആ ഒരു ഫോർക്ക് കണ്ടില്ലേ, വലിയ ഫോർക്കാണ്. കൂടാതെ സ്പോക്ക് വീൽസാണ്. ഈ സ്പോക്ക് വീൽസ് എന്ന് പറയുന്നത് 90 സൈസാണ്. അപ്പോൾ വലിയ ഡിസ്ക് ബ്രേക്ക് കാണാം, അപ്പുറത്ത് നമുക്ക് കാണിക്കാം. കൂടാതെ മെറ്റൽ മഡ് ഗാർഡ് കണ്ടില്ലേ. ഇനി ലിക്വിഡ് കൂളാണ് ഈ ഒരു ജാവ. അപ്പോൾ ആ ഒരു റേഡിയേറ്റർ കാണാം. 28 PS 27 എണ്ണം ആണ് എൻ്റെ ഒരു സ്പെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ ജാവ 1929 എന്നുള്ള ഒരു ലെഗസിയുടെ ഒരു ബാഡ്ജ് കൂടി ഉണ്ട് കണ്ടോ. ഇനി ബ്ലാക്കാണ് ഇതിൻ്റെ ഒരു കളർ തീം എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് ബോക്സ് കണ്ടില്ലേ, അതിനുള്ള 3 ലൈൻ കാണാം. അപ്പോൾ ഈ ജാവ ലോഗോയുടെ ഇരുവശത്തുമുള്ള ആ ഒരു 3 ലൈനുകളാണ് ആ ഒരു സൈഡ് കവറുള്ള ആ ലൈൻ എന്ന് പറയുന്നത്. എക്സോസ് പൈപ്പ് 2 ഉണ്ട്. ആ എക്സോസ് പൈപ്പിൻ്റെ ഒരു ഭാഗം കാണാം. സിറ്റി റൈഡിൽ അത്യാവശ്യം നല്ലോണം ഹീറ്റ് ആവുന്നുണ്ട് വണ്ടി. പക്ഷേ ഈ ഒരു ലിക്വിഡ് കൂളായതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ മാനേജബിളാണ്. ഇനി ഈ സീറ്റ് കണ്ടില്ലേ, ആ സീറ്റിൻ്റെ മുകളിൽ ആ ലൈൻസ് കാണാം, ജാവയുടെ 3 ലൈൻ. ഈ ടാങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്മരണാർത്ഥം കമ്മമറേറ്റിംഗ് 15 years ഓഫ് ദ 71 വാർ വിക്ടറി അല്ലേ, ഇന്ത്യൻ ആർമിയുടെ ആ ഒരു സിമ്പിൾ കാണാം. താഴെയായിട്ട് സ്പെഷ്യൽ എഡീഷൻ്റെ ആ ഒരു 1971 മുതൽ 2021 വരെ എന്നുള്ള ആ ഒരു 50 വർഷത്തിൻ്റെ നമ്പേഴ്സ് കൂടി ഉണ്ട്. ഇതാണ് ആ ഒരു ഫ്യൂൽ ക്യാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലൊരു ഗോൾഡൻ കവറിങ് ഉണ്ട്. ആ കവറിങ്ങിലും ഈ ഒരു ലൈൻസ് കാണുന്നുണ്ട്. ജാവയുടെ ലോഗോ കാണാൻ. കൂടാതെ സിൻസ് 1929 എന്നുള്ള ഒരു എച്ചിങ് കൂടി കാണാം. വലിയ സീറ്റാണ്. ഈ സീറ്റിൽ യാത്ര നല്ല സുഖകരമാണ്, അതായത് സോഫ്റ്റാണ് മെറ്റീരിയലൊക്കെ. കൂടാതെ ഒരു ബെൽറ്റ് പോലൊരു ഇത് കണ്ടോ. ഗ്രാബ് ഹാൻഡിൽ ഇരുവശത്തുണ്ട്. അപ്പോൾ ബാക്കിലെ ചായറില്ലാത്തതുകൊണ്ട് തന്നെ അത് വേണം, അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇനി ഈ ഒരു ലൈൻസ് കണ്ടോ, ഇന്ത്യൻ ഫ്ലാഗിനെ ഓർമ്മിക്കുന്ന ലൈൻസ് കാണാം. അപ്പോൾ ശരിക്കും ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്മരണ കൂടി ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാം തന്നെ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ 2 കളറിലെന്ന് പറഞ്ഞു, കാക്കിയും ഈ ഒരു മിഡ് നൈറ്റ് ഗ്രേയും. ഈ ഗ്രേ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി പിന്നിലായിട്ട് LED ലൈറ്റ് കാണാം. ഇവിടെയാണ് പഴമ പുതുമയായി മാറിയ ഒരു ഭാഗം കാണാനുള്ളത്. അതായത് ഈ ഒരു ലൈറ്റ് വെച്ച ഭാഗവും ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റപ്പും ഒക്കെ തന്നെ LED ആണ്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലേ. പിന്നിലെ ആ ഒരു സ്പോക്ക് വീൽസ് കാണാം. ഗ്യാസ് ഫിൽഡ് ഷോക്ക് അബ്സോർബറാണ്. ഇതാണ് ഗ്രാഫ് ഹാൻഡിൽ കൂടി അടുത്ത് കാണിക്കാം. വലിയ ഫുഡ് പെക്സ് ആണ്. ഈ സൈഡ് സ്റ്റാൻഡും സെൻറ്റർ സ്റ്റാൻഡും ഒരു ഇത്തിരി താഴെയായിട്ടാണ്. അതുകൊണ്ടാണ് ഇത് അടി തട്ടുന്നത് എനിക്ക് തോന്നി അമ്പലമൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് വന്നാൽ ആ വലിയ ഡിസ്ക് ബ്രേക്ക് ബൈബറിൻ്റെ ആ ഒരു കാലിപ്പറോട് കൂടിയ ഡിസ്ക് ബ്രേക്ക് കാണാം. വലുതാണത്, തികച്ചും വലുതാണത്. എൻ്റെ അനുമാനം ശരിയാണെങ്കിൽ 12 ഇഞ്ച് ഒക്കെ വലുപ്പമുണ്ടത്. ഇനി റേഡിയേറ്ററോടെ കാണാം. ഇപ്പോൾ ലിക്വിഡ് കൂളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വാട്ടർ കൂളാണ്. അപ്പോൾ ലിക്വിഡ് എന്ന് പറയുമ്പോൾ വാട്ടർ അടക്കം ലിക്വിഡാണല്ലോ, അതുകൊണ്ട് എടുത്തു വേണ്ട കാര്യമില്ല, നല്ലതുകൊണ്ട് പറഞ്ഞാണ്. ഈ ഒരു ക്രാഷ് ഗാർഡ് കാണാം. ആ ജാവയുടെ ലോഗോ എഞ്ചിൻ്റെ മുകളിൽ വൃത്തിയായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിലായിട്ട് ലോഗോ ഉണ്ട്, താഴെയും ലോഗോ ഉണ്ട്. ഈ 3 6 ലൈൻസ് എന്തായാലും എഞ്ചിൻ്റെ മുകളിൽ ഇല്ല എന്നുള്ളതാണ്. ലോഗോ തീരുന്നില്ല, ഒരു ലോഗോ കൂടി ഉണ്ട്, താഴെയായിട്ട് ലോഗോ കാണാം ജാവയുടെ. ഇനി ബ്രേക്ക് പെഡലിന് റബ്ബറൊന്നുമില്ല. ഈ ഒരു ഫുഡ് പാക്കിൻ്റെ മുകളിലും ജാവയുടെ ആ ഒരു നെയിമുണ്ട്. ഈ സൈഡ് കവറിലുണ്ടല്ലേ ആ ലൈൻ,
അത് അപ്പുറത്തും കണ്ടു, അത് ഇപ്പുറത്തുണ്ട്. ഇനി പിന്നിലെ ആ ഒരു ഗ്യാസ് ഫിൽഡ് ഷോക്ക് അബ്സോർബറും കൂടാതെ ആ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവറും ഒക്കെ കാണാം. പിന്നിലെ ബ്രേക്കും വലുത് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ജാവ ക്ലാസിക്കിൻ്റെ ഈ ഒരു ബ്രേവ് ആൻഡ് ദ ബോൾഡ് എഡിഷനെ കുറിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് മിഡ് നൈറ്റ് ഗ്രേ കുറിച്ച് പറയാനുള്ളത്. ഇനി മീറ്റർ കൺസോളിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീറ്റർ കൺസോളിനകത്ത് എന്ന് പറയുമ്പോൾ സിംഗിൾ മീറ്ററാണ്, ഒറ്റ മീറ്ററേ ഉള്ളൂ. അപ്പോൾ 0, 20, 40, 60, 80, 100, 120 ആ ഒരു നമ്പറിന് അകത്താണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള നമ്പർ 50, 70, 90 അത് ഉള്ളിലാണ്. അപ്പോൾ ഒറ്റ ഓട്ടത്തിൽ അത് മൈൽസാണെന്ന് തോന്നുമെങ്കിലും അത് മൈൽസ് അല്ല, ഇതിൻ്റെ ബാക്കിയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ജാവയുടെ ലോഗോ അകത്തും കാണാം. ഇൻഡിക്കേറ്ററിന് ഒറ്റ ഇൻഡിക്കേഷൻ ഉള്ളൂ, അത് ലെഫ്റ്റിലോട്ടാണെങ്കിലും റൈറ്റിലോട്ടാണെങ്കിലും അതിൻ്റെ അകത്തുള്ളൂ. ഫ്യൂവൽ വാണിംഗ് കാണാം. കൂടാതെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയിൽ ഓഡോ, ട്രിപ്പ് എ, ട്രിപ്പ് ബി എന്നീ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലളിതമാണ് കാര്യങ്ങളൊക്കെ. ആ ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ ബട്ടണിലാണ്. ഈ ബട്ടൺ വെച്ചേക്കുന്നത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ തോന്നി. അപ്പോൾ സ്വിച്ചുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്വിച്ചുകളാണ്. ജാവയുടെ ലോഗോ ഈ ഒരു ഹാൻഡിലൊക്കെ തന്നെ കാണാം. ഇതാ ഒരു വെയിറ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ് പിടിക്കാനുള്ള ആ ഒരു ഫീലൊക്കെ. കൂടാതെ ഹോണിൻ്റെയും സെൽഫിൻ്റെയും സ്വിച്ചിന് ഈ ഒരു ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസോൾ മൊത്തത്തിൽ, കൺസോൾ എന്ന് പറയാൻ പറ്റില്ല, ഹെഡ്ലൈറ്റിൻ്റെ മുകൾ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു പഴമയും പുതുമയും കൂട്ടിച്ചേർക്കാനായിട്ട് ശരിക്കും കഷ്ടപ്പെട്ടിട്ട് ജാവെന്ന് കാണാം. അതായത് മനോഹരമാണത്, കൂടാതെ പ്രാക്ടിക്കലുമാണ്. ഈ ഒരു മീറ്ററിനകത്ത് തന്നെയാണ് ഫ്യൂൽ മീറ്റർ ഉള്ളത്. ആ ഫ്യൂൽ മീറ്ററും മുകളും താഴോട്ടാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ കീ ഓൺ ചെയ്തപ്പോൾ ഈ ഒരു മീറ്റർ കൺസോളിലെ ഈ ഒരു സൂചി ഇൻവെർട്ടഡ് ആയിട്ടാണ് കറങ്ങിയത്. അതായത് മുകളും താഴോട്ട്. എല്ലാ വണ്ടികളും കാണുന്ന നേരെ വിപരീത രൂപം, അതായത് മുകളിലായിട്ടാണ് ഡിസ്പ്ലേ, താഴെയല്ല എന്നർത്ഥം. ഇനി ഇടതുവശത്തായിട്ട് ആ ഇൻഡിക്കേഷനും ഹോണും ഈ ഒരു ഹെഡ്ലൈറ്റ് സ്വിച്ചും കാണാം. ഈ ഹോണിൻ്റെ കാര്യം പറഞ്ഞത് ഈ ഹോൺ അടിച്ച് ഏൽപ്പിക്കാം. ചെറിയ ഹോണാണ്. ഈ ഒരു ഫ്യൂൽ ലൈറ്റിൻ്റെ മുകളിൽ സിൻസ് 1929 കൊടുത്തത്, ജാവയുടെ ആ ഒരു ലോഗോയോട് കൂടി കൊടുത്തത് മനോഹരമാണ്. ഇരുവശത്തും ആ 3 ലൈൻസും ഉണ്ട്. അതിൻ്റെ ചുറ്റും ക്രോം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് എലമെൻറ്റുകളുണ്ട് ഈ വണ്ടിക്കകത്ത്. എല്ലാ എലമെൻറ്റുകളും കൂടി ചേർന്നിട്ട് ഒരു കൗതുകം ഉണർത്താനായിട്ട് ജാവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജാവയുടെ കീ എന്ന് പറയുന്നത് നമ്മൾ മുകളിലല്ല താഴെയായിട്ടാണ് ഇടുക, അതായത് നേരെ റേഡിയേറ്ററിൻ്റെ മുകളിലായിട്ട്. പക്ഷേ ഈ കീ ഇവിടെ ഇട്ട് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കീ എടുത്തിട്ട് ഈ ഒരു ലോക്ക് പൊസിഷനിൽ തന്നെ വെച്ചിട്ട് ലോക്ക് ചെയ്യണം. അപ്പോൾ 2 പ്രോസസ്സായിട്ടുണ്ട്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിൻ്റെ കാര്യം പറയുമ്പോൾ ആ ഒരു കീ ഒറ്റ കീ ആയി മാറിയെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ജാവയിലേക്ക് വന്നപ്പോൾ ഇപ്പോഴും 2 കീ തന്നെയാണ്. ഇനി താഴെയായിട്ട് ആ കൂളൻ്റെ റിസർവറൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പ്ലേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഒരു ജാവ ക്ലാസിക് ബ്രേവ് ആൻഡ് ദ ബോൾഡ് വെർഷനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി എന്തായാലും വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കേണ്ടതുണ്ട്. ഓടിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും ഈ പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് കൂടി ഇതാണ്, കണ്ടില്ലേ. ഇനി മിറർ ഒന്നുകൂടി അടുത്ത് കാണിക്കാം. ജാവയുടെ ബ്രേവ് ആൻഡ് ദ ബോൾഡ്, അതായത് ജാവ ക്ലാസിക്കിൻ്റെ ബ്രേവ് ആൻഡ് ദ ബോൾഡ് വേർഷൻ നമുക്ക് ഓടിച്ചു നോക്കാം. ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് വെള്ളം എടുത്തു, സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു, ടോപ്പ് അതായത് ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. അതായത് 6 സ്പീഡാണ് ഇതിന് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. 293 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണിത്. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 28 PS 27 Nm ആണ്. അതായത് ടോർക്ക് 27 Nm പവർ 28 PS. അപ്പോൾ ഞാൻ കൈ കൊടുത്ത് കാണിക്കാം വെറുതെ. ഇപ്പം നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഓടിച്ച വണ്ടി എന്ന് പറയുന്നത് ക്ലാസിക് ആയതുകൊണ്ട് തന്നെ ക്ലാസിക്കായിട്ട് കമ്പയർ ചെയ്യാം. ക്ലാസിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിത്തിരി കൂടി ക്യുക്കാണ് ജാവയുടെ ഈ ഒരു മോഡൽ. ഇതിന് 2 കളറുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാക്കിയും അതുപോലെ ഈ ഒരു മിഡ് നൈറ്റ് ഗ്രേയും. അപ്പോൾ നല്ല രസമുണ്ട് വേണ്ട ഒരു രൂപവും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. കൈ കൊടുത്താൽ കയറി പോകുന്ന ആ ഒരു ഫീല് അതുണ്ട് എന്ന് പറയാം. അതായത് ഈ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികൾ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു വല്ലാത്ത സ്പീഡുള്ള ഡ്യൂക്ക് പോലുള്ള വണ്ടികളല്ല, സാധാരണ ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ള ക്ലാസിക്കിനൊക്കെ ആ ഒരു കാറ്റഗറിക്കുള്ള വണ്ടികളുടെ ആ ഒരു വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഡ്രൈവബിലിറ്റി ഉണ്ട് എന്ന് പറയാം. പക്ഷേ ചില പോരായ്മകളുണ്ട്. പോരായ്മകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 പേരുണ്ട് എങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹമ്പിൽ അടി ഇടിക്കുന്നുണ്ട്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. കൂടാതെ ഹമ്പൊക്കെ ഇറങ്ങി എടുക്കുമ്പോൾ നമ്മൾ സെക്കൻഡിലിട്ട് എടുക്കുമ്പോൾ എൻജിൻ നോക്കി എന്നൊരു പ്രശ്നം തോന്നി. അതായത് ഫസ്റ്റ് ഇട്ട് എടുക്കാനായിട്ട് പിന്നെ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോവും.
അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ എൻഡ് ഒരു ഇത്തിരി കുറവാണ്. പക്ഷേ മിഡ് റേഞ്ചും ടോപ്പൊക്കെ നല്ല രസമുണ്ട്. മിഡ് റേഞ്ച് കുറച്ചും കൂടി ഫണ്ണാണ് ഓടിക്കാൻ. ടോപ്പ് എൻഡിലേക്ക് നമ്മൾ അതായത് ഹൈ സ്പീഡിൽ ഓടിച്ചൊന്നുമില്ല. എന്നാലും ലോ എൻഡിനേക്കാൾ മികച്ചത് ആ ഒരു മിഡ് റേഞ്ചും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു റേഞ്ചാണെന്ന് പറയാം. അപ്പോൾ ടാക്കോമീറ്റർ നോക്കിയിട്ട് ഏത് RPM-ലാണ് ആ റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു വണ്ടിക്ക് ടാക്കോമീറ്റർ ഇല്ലല്ലോ. നല്ല റൈഡിങ് പോസ്റ്ററാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ്. ഈ സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു പില്ലനെ വെച്ച് ഓടിച്ചു. അപ്പോഴും ഞാൻ കേട്ട ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇരിക്കാൻ നല്ല സുഖമാണ്, സോഫ്റ്റാണ് സീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട് എന്നുള്ള പറയുന്നത്. അതായത് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു വണ്ടി തന്നെയാണ് ജാവയുടെ ക്ലാസിക്. ഈ ബ്രേവ് ആൻഡ് ബോൾഡ് വേർഷനും കൂടി അതിൻ്റെ ഒരു കാര്യമായിട്ട് പറയണം. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു രൂപവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു സ്വഭാവമൊക്കെ തന്നെ ഒരു പഴയ വണ്ടിയെ പുതിയതാക്കിയതാണ്. അതായത് രൂപം പഴയതാണെങ്കിലും ഇതിൻ്റെ ഇൻറ്റേർണൽസും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പുതിയതാണ്. അപ്പോൾ അത്യാവശ്യം ഫണ്ണുണ്ട് ഓടിക്കാനായിട്ട്. കൂടാതെ ആളുകളൊക്കെ നോക്കുന്നുണ്ട്. ജാവ എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് ടേണർ തന്നെയാണ് ഇപ്പോഴും എന്നുള്ള പറയാനുള്ളത്. ഞാനൊന്ന് ഡൗൺ ചെയ്തിട്ട് ഒന്നും കൂടി ഡൗൺ ചെയ്തിട്ട് ഒന്ന് കൈ കൊടുക്കുകയാണ്. അപ്പോൾ കൈ കൊടുത്തപ്പോൾ കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിച്ചു കയറി പോകുന്ന ഫീൽ ഉണ്ട് എന്നുള്ള പറയുന്നത്. ഇപ്പോൾ 300 cc താഴെയാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 350 ക്ലാസിക് 350 ആയിട്ട് കമ്പയർ ചെയ്യാം. അതായത് 350 cc 300 cc 293 cc എന്നാലും 300 പറയാം. അപ്പോൾ ക്ലാസിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലാസിക്കിനേക്കാളും ക്യുക്കാണ് ജാവയുടെ ഈ ഒരു ക്ലാസിക്. അതായത് ക്ലാസിക് 350 റോയൽ എൻഫീൽഡ് ക്ലാസിക് 350യേക്കാളും കുറച്ചുകൂടി ക്യുക്കാണ് ജാവയുടെ ഈ ഒരു ക്ലാസിക്. ഏകദേശം 1,93,000 രൂപയോളമാണ് ഈ ഒരു മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൊതുവെ ഏത് വണ്ടികളാണെങ്കിലും, ഉദാഹരണത്തിന് ക്ലാസിക് 350 ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതൊരു ബൈക്കോ കാറോ ആണെങ്കിലും കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് സമയം ഓടിച്ചിട്ട് കുറച്ച് ദൂരം ഓടിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവും, ഒരു ആധികാരികത ഉണ്ടാവും. അപ്പോൾ ഈ 6 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വളരെ രസമാണ്. വളരെ രസം എന്ന് പറയുമ്പോൾ ആ രസം തന്നെ പറയുന്നത്. അതായത് ഒരു നോച്ചിനെസ്സോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഷിഫ്റ്റ് ചെയ്യാം. സിമ്പിളായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ബോക്സ് ആണ്, അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്ററാണ്, അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റുകളാണ്. ഇപ്പോൾ ലൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയണം രാത്രി ഓടിച്ചല്ല കാണിക്കുന്നത്, പകലാണ്. എന്നാലും ലൈറ്റിൻ്റെ കാര്യം പറയണം. രാത്രി ഓടിച്ചപ്പോൾ തോന്നിയ ഫീൽ എന്ന് പറയുന്നത് ലൈറ്റ് അത്യാവശ്യം പര്യാപ്തമാണെന്നതാണ്. ആ വാക്കുകൾ എത്രത്തോളം സൂട്ടാവുന്നുണ്ടെന്നല്ല, ഒരു പഴമയുള്ള പുതിയ വണ്ടി എന്ന് തന്നെ പറയുന്നത്. ഇനി പറയുന്നത് ഒരു കാര്യം, അതായത് ആർക്കാണ് ഈ ഒരു ജാവ ചേരുക, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ ഒരു ഓഡിയൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലാസിക് 350 കുറച്ച് ഹാർഷായിട്ട് തോന്നുന്ന ആളുകൾ, അല്ലെങ്കിൽ ക്ലാസിക് 350 ഓടിക്കാൻ ഇത്തിരി എഫേർട്ട് ഉണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്ക് ലളിതമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു പഴമയുള്ള വണ്ടി എന്ന് ഈ ഒരു വണ്ടിയെ പറയാം. അതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ട് പറയുന്നത്. അത് ഓടിക്കാൻ നല്ല രസമുണ്ട്. ഓടിക്കാൻ രസമുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് ചവിട്ടി കുത്തി ഓടിച്ചു പോക്കോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. ഒരു മിതമായ സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോകാനായിട്ട് പര്യാപ്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഓടിക്കാൻ രസമുള്ള ഒരു പഴമയുള്ള പുതിയ ബൈക്ക് എന്ന് ഈ ഒരു ജാവയുടെ ഒരു സ്പെഷ്യൽ എഡീഷനെ പറയാം. അപ്പോൾ ഒന്നും കൈ കൊടുക്കാം. ഗിയർ മാറി, തേർഡ് ഗിയർ ഇട്ടു, കൈ കൊടുക്കാണ്. അപ്പോൾ അത്രയൊക്കെ പറയുള്ളൂ. ഒരു ക്ലാസിക് ബൈക്ക് നോക്കുന്ന ആൾ, അതായത് ഒരു പഴമയുള്ള ബൈക്ക് നോക്കുന്ന ആൾ, പുതിയ ടെക്നോളജികളുടെ അതായത് പുതിയ ആ ഒരു സവിശേഷതകളൊക്കെയുള്ള ഒരു പഴയ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു വണ്ടി ജാവ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം, നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി. നമസ്കാരം.